എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സുഷിൻ ചേട്ടൻ. ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സാണ് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി. കുറേ പാട്ടുകളുണ്ട്. പടം ഇറങ്ങുന്നു, എല്ലാവരും കാണാം. ഇങ്ങോട്ട് തിയേറ്ററിലെ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എൻ്റർടൈനറാണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റർടൈനർ പാക്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. അതിനകത്ത് വേറെ അൺഎക്സൈറ്റ്മെൻറ്റ് എന്നല്ലേ പറയാം, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീമാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമില്ലല്ലോ, ചുമ്മാ തണ്ട്. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോഴേക്കും നമ്മൾ ആ ടെമ്പോയിലേക്ക് എത്തി. ആവേശത്തിൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിനെ കൺസീവ് ചെയ്തത്? ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പം അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ടുള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോവാം. ഒരു അല്ല അർജുനല്ല അനിൽ ടൈപ്പ് പിടിച്ചിട്ടുണ്ടോ? അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇന്ത്യൻ കാര്യത്തിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ഇനി കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷം കാരണം അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ജിത്തു എനിക്ക് 25 ദിവസവും 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ വന്നത്. അപ്പം നമ്മൾ 2 ദിവസത്തിലൊരു പാട്ട് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാൻ അകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും. അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോകുന്നതിന് വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ നമുക്ക് 3 പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായക് ഇതിൽ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് അല്ല ഇതിലിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ, ഞാൻ അധികം പാടിയിട്ടില്ല ഈ പാട്ട് ആൽബത്തിൽ. പിന്നെ പാൽഡബിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിൻ്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ 2 പേരും ഇരുന്ന് ഓരോ ആൾക്കാരെ തപ്പും. ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ജാട പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബാസിയുടെ ജാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സുഷിൻ മഞ്ഞുമല്ല് ഹലോ മഞ്ഞുമല്ല് എന്താ വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്തു. ഇപ്പം ഇതിൽ നോക്കുമ്പോൾ ഡബ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആസ് എ മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ്? ഈ ഇൻഡിപെൻഡൻറ്റ് കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറേ ആൾക്കാർ നമ്മളെ ഇടയിൽ തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റെയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. അതാണ് കൂടുതലും ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്ത്. എന്താ ബാസി ഇതേപോലെ സുഷിൻ്റെ പടത്തിൽ പാടണം എന്ന് ഇതിന് മുന്നേ ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാസി പറഞ്ഞോ?
അമലേട്ടന്റെ പടത്തില് അമലേട്ടനോടൊക്കെ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടി പഠിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഇന്ന് സുഷിനോട് ചോദിക്കാറുണ്ടോ ബാസി? ഏയ് അതെ, എനിക്ക് അവൻ്റെ ജാടം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ചോദിക്കില്ല. എൻ്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന്. അപ്പം അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പാടിപ്പിച്ചു, അത്രേ ഉള്ളൂ. തുടർന്നും പാടിപ്പിക്കുക? ഉറപ്പായിട്ടും പഠിപ്പിക്കും.